ഹലോ, അസ്സലാമു അലൈക്കും. സാബിത്താണ്. വീട് വരുന്നത് താമരശ്ശേരി കൂടത്തായിലാണ് എന്റെ വീട് വരുന്നത്. ഞാൻ പ്രധാനമായിട്ടും പറയാൻ വിചാരിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സഹചാരി സെന്റർ, ഓമശ്ശേരി പ്രവർത്തിക്കുന്ന സഹചാരി സെന്ററിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. 2025 എന്റെ ജീവിതത്തിലേക്ക് നടന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു 2025 ഏപ്രിൽ മാസം നടന്നത്. ഞാൻ ദുബായിലായിരുന്നു. ദുബായില് ഷാർജയിൽ വെച്ചിട്ട് 2025 ഏപ്രിൽ മാസം 3-ാം തീയതി ഒരു അപകടം പറ്റി. കുറച്ച് സീരിയസ് ആയിരുന്നു. സീരിയസ് ആയ സമയത്ത് അവിടെ ഉള്ള ചികിത്സകളൊക്കെ ചെയ്ത് നാട്ടിലേക്ക് എത്തി. നാട്ടിലേക്ക് എത്തിയ സമയത്താണ് കാലിന്റെ വേദന, എന്താ പറയാ, കാലിന് ഭയങ്കരമായ വേദന, കാല് നിലത്തും വെക്കാൻ പറ്റാത്ത ഒരു വേദന അനുഭവപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് ഓമശ്ശേരി സഹചാരി സെന്ററിൽ പോയി കഴിഞ്ഞാല് സാബിത്ത് നിന്റെ രോഗം പരിപൂർണമായിട്ട് റെഡിയാവും എന്നുള്ളത് നാട്ടിലുള്ള 2-3 ആളുകൾ പറഞ്ഞത് കേട്ടിട്ടാണ് നമ്മൾ സഹചാരി സെന്ററിൽ എത്തിയത്. മാഷാഅല്ലാ, അത് എത്തിയത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. സഹചാരി സെന്ററിനെയും സഹചാരി സെന്ററിന്റെ മാനേജ്മെന്റിനെയും ഒരിക്കലും ഞാൻ മറക്കൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് തളർന്നു പോകുമെന്ന് മറ്റുള്ളവർ പറഞ്ഞ എന്നെ, അതായത് കാല് നിലത്ത് വെക്കാൻ പറ്റൂല, കാല് നിലത്ത് വെക്കാൻ പറ്റാതെ അവൻ എങ്ങനെ ഒരു ജോലിക്ക് പോവാ എന്ന് ചോദിച്ച സാബിത്തിനെ അൽഹംദുലില്ലാഹ് ഇന്ന് കണ്ടില്ലേ, ഞാൻ എന്റെ ഓഫീസിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്റെ ഓഫീസിൽ ഇങ്ങനെ ഒരു പണിയിൽ നിന്ന് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സഹചാരി സെന്ററിനാണ്. സഹചാരി സെന്ററിന്റെ ചികിത്സയിലൂടെയാണ് എനിക്ക് അത് റെഡിയായത്. കാരണം ഒരു തുള്ളി കാല് നിലത്ത് വെക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ 2.5 മാസത്തോളം അവിടെ പോയിട്ട് ചികിത്സിച്ച്, അതും വലിയൊരു സാമ്പത്തികപരമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ചെറിയൊരു പൈസയിൽ തന്നെയാണ് അവിടുന്ന് ചികിത്സ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഈ 2.5 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം, എനിക്ക് അവിടെയുള്ള ഡോക്ടർ എനിക്ക് ഒരു മോട്ടിവേറ്ററും കൂടിയായിരുന്നു. ഓരോ ചികിത്സ, ഓരോ എക്സസൈസ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴും അവിടുത്തെ ആ ഡോക്ടർ എന്നോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരായിരുന്നു. സാബിത്തെ, നീ തളർന്നു പോകും, നീ പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ, നീ എക്സസൈസ് ചെയ്യുന്നതിൽ പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വളരെ, എന്താ പറയാ, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. ആ ഡോക്ടറിനെയും സഹചാരി സെന്ററിനെയും ഒന്നും മറക്കാൻ പറ്റൂല. അൽഹംദുലില്ലാഹ് ഇന്ന് ഞാൻ ഈ ഒരു നിലയിൽ ആയിട്ടുണ്ടെങ്കിൽ പടച്ചവനോട് അൽഹംദുലില്ലാഹ് ഒരുപാട് സ്തുതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് സഹചാരി സെന്ററിനോടും സഹചാരി സെന്ററിന്റെ മാനേജ്മെന്റിനോടാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് ചെറിയ ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് എന്റെ കുടുംബത്തിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം 2.5 മാസത്തോളം തുടർച്ചയായിട്ട് ചെയ്യണമെങ്കിൽ എത്ര പൈസ വരും എന്നുള്ളത് ചിന്തിച്ചറിയാം. പക്ഷെ ചെറിയൊരു പൈസയിൽ നമുക്ക് എന്ത് ചെയ്ത് അവിടെ പോയിട്ട് ചികിത്സിക്കാൻ കഴിഞ്ഞ്, അത് മാത്രമല്ല എനിക്ക് അവിടുത്തെ ഡോക്ടറെ ഞാൻ ഒരിക്കലും മറക്കൂല. ആരെ മറന്നു കഴിഞ്ഞാലും അവിടുത്തെ ഡോക്ടറെ ഞാൻ ഒരിക്കലും മറക്കൂല. കാരണം എനിക്ക് എത്ര ഉപകാരങ്ങളാണെന്ന് അറിയാം അയാൾ ചെയ്തു. ഓരോ ദിവസം ഞാൻ ചെല്ലുമ്പോഴും എന്നെ സ്നേഹത്തോടെ അവിടെ കയറ്റിയിരുത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് മനസ്സിലാക്കി എന്നെ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തത് ആ ഡോക്ടറാണ്. അങ്ങനെയുള്ള ഒരു ഡോക്ടറും അങ്ങനെയുള്ള ഒരു സ്ഥാപനം അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അൽഹംദുലില്ലാഹ്.